കഴിഞ്ഞ ദിവസം എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന സമയത്ത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡ് ആയിരിക്കും ഇന്ന് പറയുന്നതിനോട് ഒപ്പം തന്നെ നമുക്ക് ചില ചോദ്യങ്ങൾ ഗബ്രിയോടും ജാസ്മിനോടും ചോദിക്കാനുണ്ട്. അത് നമുക്ക് നാളെ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ അവിടെ നിന്ന് പോയത്. അപ്പൊ എന്തായിരിക്കും ലാലേട്ടൻ ഇന്ന് ഗബ്രിയുടെ അടുത്തും ജാസ്മിന്റെ അടുത്തും ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്നുള്ളതാണ് ഇപ്പൊ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യം. അവിടെ ജാസ്മിൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര ഡള്ളായിരുന്നു, ഭയങ്കര വീക്കായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലുള്ള എല്ലാവരും എന്തിന് വൈൽഡ് കാർഡുകളായി വന്ന എല്ലാവരും ഇപ്പൊ ഇവരെ അറ്റാക്ക് ചെയ്യുന്നതും. അതിനൊരു ക്ലാരിഫിക്കേഷൻ ലാലേട്ടൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും രണ്ടുപേരുടെ അടുത്തും. നിങ്ങൾ തമ്മിൽ എന്താണ് റിലേഷൻ? ഫ്രണ്ട്സ് ആണോ, ലവേഴ്സ് ആണോ? എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഗെയിം കളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് പരസ്പരം വിശ്വാസമുണ്ടോ? നിങ്ങൾ പരസ്പരം ചതിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചതിയുടെ ഒരു ഏട് ലാലേട്ടൻ അവിടെ തുറന്നു കാണിക്കുമോ? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. അവിടെ ചതിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് നമുക്കറിയാം, ഗബ്രി അറിഞ്ഞോ എന്നറിയില്ല. അവിടെ വോട്ട് ചെയ്ത കാര്യം, ജാസ്മിൻ അവിടെ ഗബ്രിക്കല്ല വോട്ട് ചെയ്തത്, അഭിഷേകിനാണ് വോട്ട് ചെയ്തത്. അത് ആരും അറിയാതെ അവിടെ രഹസ്യമായി ഇരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ ജാസ്മിൻ അത് ചെയ്തത് എന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ളത് ഗബ്രി അറിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ഗബ്രി റിയാക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം പൂജ തന്നെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇവിടെ ഗബ്രിയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. പൂജ കണ്ടുപിടിച്ച ഒരു രഹസ്യമായിട്ട് പൂജ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ എന്തായിരിക്കും ഈ ഗബ്രിയുടെ അടുത്തും ജാസ്മിന്റെ അടുത്തു നിന്നും പ്രേക്ഷകർക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. ലാലേട്ടൻ എന്തായാലും ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഗെയിം മുന്നോട്ട് പോകുന്ന സമയത്ത് ജാസ്മിന്റെ ഗെയിം ഇപ്പോൾ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഒന്ന് പോസിറ്റീവായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണോ അതോ ജാസ്മിനെ കൂടുതലും വീക്കാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് നമുക്കിന്ന് ലാലേട്ടൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും എന്തോ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്.